ബ്രസീൽ മൊറോക്കോ മത്സരത്തിന് വേദിയായ ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ഇപ്പോൾ ഫൈനലൊക്കെ നടക്കുന്ന അവിടെയാണ് നമുക്കറിയാം. ഈ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ നമ്മുടെ മധു കൊട്ടാരക്കര കളി കാണാനെത്തി. അദ്ദേഹം അവിടെ നിന്ന് അയക്കുന്ന റിപ്പോർട്ടാണിത്. ഒടുവിൽ ന്യൂജേഴ്സിയിലേക്ക് ഫിഫ വേൾഡ് കപ്പ് എത്തിയിരിക്കുകയാണ്. എന്റെ തൊട്ട് പുറകിൽ കാണുന്നത് ഇന്നത്തെ മത്സരം ബ്രസീൽ മൊറോക്കോ നടക്കുന്ന മെറ്റ്ലൈഫ് സ്റ്റേഡിയം, അതിന്റെ പേര് ന്യൂയോർക്ക് ന്യൂജേഴ്സി എന്ന് പറഞ്ഞ സ്റ്റേഡിയമാണ്. ഏതാണ്ട് 80,000-ലധികം കായിക പ്രേമികളാണ് ഈ മത്സരം കാണുവാനായിട്ട് വന്നിരിക്കുന്നത്. ഇതേ സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും ജൂലൈ 19-ന് ഫിഫ വേൾഡ് കപ്പിന്റെ ഫൈനൽ നടക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ രാഷ്ട്ര തലവന്മാരുൾപ്പെടെ പ്രധാനപ്പെട്ട പല വ്യക്തികളെയും പ്രതീക്ഷിക്കുന്നുണ്ട്. കനത്ത സെക്യൂരിറ്റിയാണ് ഇവിടെ ഇന്ന് ഈ മത്സരത്തിനായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ മത്സരം വാശിയേറിയ മത്സരമാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. Aniversário é adversário, pode vir que a gente vai avançar. Pode saber. Anything the Brazil is going to win? I think Brazil is going to win. Brazil always wins. Morocco is playing good, but Brazil is better. ബ്രസീലും മൊറോക്കോയും തമ്മിലുള്ള മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 80,000-ഓളം പേര്, അതായത് ഹൗസ്ഫുൾ ആയിരുന്നു മെറ്റ്ലൈഫ് സ്റ്റേഡിയം. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? ബ്രസീൽ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. You enjoyed? Yeah. You supported Brazil, right? Yeah. Are you sad? It was a decent game at least. നല്ലൊരു മത്സരം കണ്ട സന്തോഷത്തിലാണ് കായിക പ്രേമികൾ. ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിന്റെ മുമ്പിൽ നിന്നും മധു കൊട്ടാരക്കര 24. എന്തായാലും മധു കൊട്ടാരക്കര വലിയ ആവേശത്തിലാണ്. ന്യൂജേഴ്സിയിലെ അദ്ദേഹത്തിന്റെ വീട് അവിടെയാണ്, ന്യൂജേഴ്സിയിലാണ്. അവിടെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് ഫൈനൽ നടക്കാൻ പോകുന്നത്. ഫൈനലൊക്കെ കാണും. മധു കൊട്ടാരക്കര റിപ്പോർട്ടുകൾ നമുക്ക് നൽകും. മാത്രമല്ല വിവിധ സ്റ്റേഡിയങ്ങളിൽ നിന്ന് മധുവിന്റെ തത്സമയം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മധു, താങ്ക് യു.